ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്കൊരു ക്രീമി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയിലേക്ക് ഒരു കൈപ്പിടി പുതിന ഇല, പിന്നെ ഒരു കൈപ്പിടി മല്ലിയില, 6-7 കഷ്ണം പച്ചമുളക്, നല്ല എരിവുള്ളതാട്ടോ ഞാൻ എടുക്കുന്നത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ കുറച്ച് അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ചെറുജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 to 3 ടേബിൾ സ്പൂണോളം കേർഡ് തൈര്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കാഷ്നട്ട്, ഒരു കൈപ്പിടി തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഏകദേശം ഇതേപോലെ ഒരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു കുക്കർ എടുക്കുക, കുക്കറിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പട്ട, ഒരു 3-4 ഏലക്ക, പിന്നെ ഒരു 4-5 ഗ്രാമ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 2 സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പയ്യെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കഴുകി വാരി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ നമ്മൾ അരച്ചു വെച്ച മസാല പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പയ്യെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1-1.5-2 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടയ്ക്കുക. 2 വിസിലടിക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ക്രീമി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ അങ്ങനെയുള്ള കോമ്പിനേഷൻസിൻ്റെ ഒക്കെ കൂടെ, വൈറ്റ് റൈസിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.